ഹലോ, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ സൺഡേ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ നേരത്തെ എഴുന്നേറ്റു കേട്ടോ. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6:30 ഞാൻ എഴുന്നേറ്റു. സാധാരണ ഞാൻ ജോലിക്ക് പോകുന്ന ദിവസം 5:30 എഴുന്നേൽക്കാറുള്ളത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാനൊരു 6:30 എഴുന്നേറ്റത്. അങ്ങനെ ഈ കാപ്പി കുടി കഴിഞ്ഞ് വീണ്ടും അടുക്കളയിലേക്ക് തന്നെ കയറിയിട്ടോ. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും കുറുമക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇവിടെ ഇപ്പോൾ സൺഡേസ് മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഞങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ചോറ് കഴിച്ചിട്ടാണ് പോകാറുള്ളത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതാണ് കുറച്ച് കംഫർട്ടബിളായിട്ട് തോന്നാറുള്ളത്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ അതത്ര സെറ്റാവാറില്ല. ഉച്ചയാകുമ്പോഴേക്കും ഏകദേശം വിശന്ന് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ചോറ് കഴിച്ചാലാണ് കുറച്ചും കൂടി നേരം പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല ഞങ്ങൾ. ഞായറാഴ്ച ദിവസം മാത്രമാണ് ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ അപ്പം ഉണ്ടാക്കുകയാണ് ഞാൻ. ഇതുപോലെ ജോലിക്ക് പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ചോറ് കഴിച്ചിട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനത്തെ അപ്പം ഒഴിച്ചത് ഇങ്ങനെ അപ്പം റെഡിയായി കഴിഞ്ഞത് ഇന്നെന്താണോ എടുക്കാൻ കിട്ടുന്നില്ല. സെൻറ്റർ ഭാഗത്ത് എന്തോ ഒട്ടിപ്പിടിച്ച പോലെ ഇരിക്കുകയായിരുന്നു. അതെന്താണോ ചൂട് കൂടിയിട്ടാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. സാധാരണ എനിക്ക് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇന്നത് ഒട്ടിപ്പിടിച്ച കാരണം എടുക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാനൊരു വിധത്തിൽ എടുത്തു കേട്ടോ. സാധാരണ അങ്ങനെ വരാറില്ല. ഇന്നെന്തോ ചൂടിൻ്റെ എന്തോ പ്രശ്നം കാരണമെന്ന് തോന്നുന്നു അത് ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഒഴിച്ചപ്പത്തിനൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. വേഗം എടുക്കാൻ കിട്ടി. കൈകൊണ്ട് തന്നെ എനിക്ക് എടുക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ കൈകൊണ്ട് തന്നെ വേഗം ഞാൻ എടുത്തു. അപ്പോൾ അങ്ങനെ അപ്പമൊക്കെ സെറ്റായി കേട്ടോ. അങ്ങനെ അപ്പത്തിൻ്റെ പരിപാടി അവസാനിച്ചു. ഇനി എടുത്തത് നമ്മുടെ കുറുമക്കറി സെറ്റാക്കലാണ്. അപ്പോൾ അതിന് വേണ്ടി പച്ചക്കറികളെല്ലാം ഞാൻ വേവിച്ച് കഴിഞ്ഞു കേട്ടോ. ഇതിലിപ്പോൾ ഗ്രീൻ പീസ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, സബോള, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, ഇതെല്ലാം ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വേവിക്കുമ്പോഴാണ് പട്ടയൊക്കെ ഇടാറുള്ളത്. ഗ്രാമ്പും കുരുമുളകും ഇടാറുണ്ട്, പക്ഷേ ഇന്ന് ഇടാനായിട്ട് മറന്നു. കാഷ്യൂനട്ട് ചേർത്താൽ കുറച്ചും കൂടി നല്ലതാണ്. പക്ഷേ കാഷ്യൂനട്ടൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ തേങ്ങയും പെരിഞ്ചീരകവും കൂടി അരച്ചിട്ട് ചേർക്കാണ്. അങ്ങനെ അത് ചേർത്ത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കും കേട്ടോ. അങ്ങനെ അത് തിളച്ച് കഴിഞ്ഞിട്ട് ആണ് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇടും. അത്രയേ ഉള്ളൂ. കുറുമക്കറി വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അമ്പലത്തിലേക്കാണ് കേട്ടോ പോയത്. ഇപ്പം ഞായറാഴ്ച ദിവസം മാത്രമേ ഞാൻ അമ്പലത്തിൽ പോകാറുള്ളൂ. ജോലിക്ക് പോകുന്ന കാരണം സമയം കിട്ടാറില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് പോയത്. ഏട്ടനെ വിളിച്ച് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ആൾക്ക് ഭയങ്കര മടിയായിരുന്നു അമ്പലത്തിലേക്ക് വരാനായിട്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് അമ്പലത്തിൽ പോയത്. അങ്ങനെ അമ്പലത്തിൽ പോയി പ്രസാദമൊക്കെ കിട്ടി അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ അടുത്ത കലാപരിപാടിയിലേക്ക് കടന്നു കേട്ടോ. വീണ്ടും ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇന്ന് വെക്കുന്ന താറാവ് പാർട്സ് കൊണ്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ പിടിപാടില്ല ഈ താറാവ് പാർട്സ് കൊണ്ടുള്ള കറി എങ്ങനെ വയ്ക്കാന്നുള്ളത്. എന്നാലും എനിക്കറിയുന്ന പോലെ തന്നെയാണ് ഞാൻ വെച്ചത്. അപ്പോൾ ചട്ടി ചൂടായി കഴിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, ഇതെല്ലാം ഇട്ടിട്ട് വഴറ്റാണ് കേട്ടോ. ഇതെല്ലാം ഇട്ട് വഴറ്റി കഴിഞ്ഞിട്ടാണ് സബോള ചേർത്തത്. സബോള ചേർത്ത് നന്നായിട്ട് വാട്ടണം കേട്ടോ. അത് നന്നായി വാടിക്കഴിഞ്ഞിട്ട് വേണം തക്കാളി ചേർക്കാൻ. എന്നാലേ അതൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു പരിപാടിയിലാണ്. അപ്പോൾ ഇന്ന് വീഡിയോ എടുത്തരാൻ ഏട്ടനുണ്ട് കേട്ടോ. സാധാരണ വീഡിയോസൊക്കെ ഞാൻ തന്നെയാണ് എടുക്കാറുള്ളത്. ഇന്നെന്താ ഞാൻ നിർബന്ധിച്ചപ്പോൾ വീഡിയോ എടുത്തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ. പണ്ട് ഈ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ടാസ്ക്കാണെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. എനിക്ക് കുക്കിംഗ് തീരെ വശമില്ലാത്തൊരു മേഖലയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് എല്ലാ ഡിഷും വയ്ക്കാനായിട്ട് അറിയാം കേട്ടോ. കുക്കിങ്ങിനെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളൊരു കാര്യം ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളതിൽ എക്സ്പേർട്ടാവും എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും സംശയം വന്നാൽ യൂട്യൂബുണ്ട്, യൂട്യൂബ് വീഡിയോ നോക്കി നമുക്ക് ചെയ്താൽ മതി. അങ്ങനെ ഒരു സഹായമുണ്ട്. പണ്ട് ഏട്ടൻ പറയായിരുന്നു എൻ്റെ എല്ലാ ഡിഷും യൂട്യൂബ് നോക്കി കോപ്പി അടിച്ചിട്ടാണ് ഉണ്ടാക്കണേന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോൾ ആളങ്ങനെയൊന്നും പറയാറില്ല കേട്ടോ. ഇപ്പം ഞാൻ സംശയം നോക്കുന്നത് തന്നെ വളരെ ചുരുക്കമാണ്. യൂട്യൂബിലധികം അങ്ങനെ കുക്കിംഗ് റെസിപ്പീസ് ഞാൻ നോക്കാറില്ല.
എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം നോക്കാറുള്ളൂ. പണ്ട് സ്ഥിരമായിട്ട് യൂട്യൂബ് വീഡിയോ നോക്കിയിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാറുള്ളത് കേട്ടോ. യൂട്യൂബ് ആ കാര്യത്തിൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കുക്കറിൽ വെച്ച താറാവ് പാർട്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മസാല കൂടെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ താറാവിനിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട്. സവാള നന്നായി വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇടാം. തക്കാളി കൂടി ഇട്ട് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ തക്കാളി എല്ലാം വാടി സവാള സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് മസാലകളെല്ലാം ചേർക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി, ഇത്രയും മസാലകളാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പൊടികളൊക്കെ ചേർത്ത് കേട്ടോ. പൊടിയുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. കരിഞ്ഞ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ഈ പൊടികളിടുമ്പോൾ തന്നെ കരിഞ്ഞ് പോയിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് ഈ പൊടികൾ ചേർക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് വേണം ഇത് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പൊടികളൊക്കെ ഇട്ട് ഇത് മസാലയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താറാവ് പാർട്സ് വെന്തത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. Like her hand holding mine. Now I'm left here with the pain from her I love you goodbye. And though it hurts to watch my baby girl become the woman she would be, the thing that I forgot would set her free. I taught her how to leave. അങ്ങനെ നമ്മുടെ താറാവ് കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ചാറ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് വറ്റി ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ വേണ്ടിയിട്ട്. മെയിനായിട്ട് കുക്കറാണ്, പിന്നെ 1-2 പാത്രം കൂടി ഉണ്ട് കഴുകാനായിട്ട്. ഞാൻ മാക്സിമം പാത്രങ്ങൾ കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ കഴുകുന്ന ഒരാളാണ് കേട്ടോ. എനിക്കിങ്ങനെ കൂട്ടിയിടുന്നൊരു സ്വഭാവം എനിക്കില്ല. ഞാനത് മാക്സിമം ആ ഒരു കുക്കിങ്ങിൻ്റെ ഇടയിൽ കിട്ടുന്ന കുറച്ച് സമയം ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ കഴുകി വെക്കും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കുക്കറാണുള്ളത്, പിന്നെ 1-2 പാത്രങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ അത് കഴുകി വെച്ച് കഴിഞ്ഞാൽ താറാവ് കറി സെറ്റാവുന്ന ടൈമും കൊണ്ട് ഈ ഇതും കൂടി കഴിയുമല്ലോ. അപ്പോൾ അത് ചെയ്യാം കേട്ടോ. അങ്ങനെ പാത്രങ്ങളിൽ കഴിഞ്ഞതോടുകൂടി ഞാൻ ആ സിങ്കും കഴുകി വൃത്തിയാക്കിയിട്ടു കേട്ടോ. അങ്ങനെ കിച്ചണിലെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ ചോറ് കഴിച്ചാൽ മാത്രം മതി. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് എടുത്തു കേട്ടോ. മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് നോക്കിയിരിക്കലാണ് എൻ്റെ പ്രധാന പണി. അങ്ങനെ അത് കുറച്ചേരം നോക്കിയിരുന്നപ്പോഴാണ് ഓർത്തത് അലക്കാനുള്ള കാര്യം ഞാൻ മറന്നു പോയിട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഏട്ടൻ്റെ വർക്കിംഗ് ഡ്രസ്സ് കഴുകിയിട്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കൂടെ 2 മുണ്ടുണ്ടായിരുന്നു, വെള്ളമുണ്ട്. അപ്പോൾ അത് കഴുകുന്ന കാര്യം മറന്നുപോയി. എന്നാൽ പിന്നെ അത് കഴുകിയിടാം, ചെറിയൊരു വെയിലുണ്ടായിരുന്നു. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ ഞായറാഴ്ചയും തീർന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഞായറാഴ്ച എന്ന് പറയുന്നത് വെറും ഒരു വേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഞായറാഴ്ച വിശേഷം. താങ്ക് യു.